ഒരു നാടിന്റെ പ്രതീക്ഷകൾക്ക് മേൽ, സ്വപ്നങ്ങൾക്ക് മേൽ ഒരു ദുരന്തം ഉരുളായി പെയ്തിറങ്ങിയിട്ട് 2 വർഷം തികയുകയാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് 2 ആണ്ട് തികയുന്നു. എത്ര വേഗത്തിലാണല്ലേ കാലം കടന്നു പോകുന്നത്. അതിജീവിതരായ മനുഷ്യർ അവരുടെ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ്. LDF സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിൽ ആ മനുഷ്യർ പതിയെ പതിയെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. പക്ഷേ അപ്പോഴും ആശങ്കകൾ ബാക്കിയാണ്. ആ ടൗൺഷിപ്പിന്റെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണം ഇഴയുകയാണ്. അതെപ്പോൾ പൂർത്തിയാകും എന്നതിലൊന്നും ഒരു ഉറപ്പും ഇപ്പോൾ നൽകാൻ കഴിയാത്ത സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിനെ അതിജീവിച്ച് ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. ജോഷ്ലയുണ്ട് എന്നോടൊപ്പം. നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് പോകാം. ജോഷ്ലയുടെ അടുത്തേക്ക് പോകാം. ഈ 2 വർഷം തികയുമ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ജോഷ്ല, 2 വർഷം തികയുകയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ദിവസമാണ് നമ്മുടെയൊക്കെ വേദനയായി ഉരുൾ ആ നാടിന്റെ മുകളിലേക്ക് ഒഴുകിയിറങ്ങിയത്. എത്രയോ മനുഷ്യർ മണ്ണിനടിയിൽ പുതഞ്ഞു പോയതിന്റെ ഓർമ്മകൾ ഇപ്പോഴും ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ നിന്ന് മായുന്നില്ല. ഇന്നിപ്പോൾ 2 വർഷമാകുമ്പോൾ ഒരു ഭാഗത്ത് ടൗൺഷിപ്പിൽ 178 കുടുംബങ്ങൾ കയറി താമസിച്ചു കഴിഞ്ഞിരിക്കുന്നു. പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. മറുഭാഗത്ത് അതിൻ്റെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണം എങ്ങനെ പോകുമെന്ന ആശങ്കയുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും മനു, 2 വർഷം മായ്ക്കാത്ത ഓർമ്മകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞതുപോലും ഇവിടെയുള്ള മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നും ആ ഒരു ദുരന്തത്തെ മായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. 298 പേരുടെ ജീവൻ അപഹരിച്ച ദുരന്തം. അതുമാത്രമല്ല, ഈ ഒരു 2 ഗ്രാമങ്ങളെ, ഞാൻ ഇപ്പോഴുള്ളത് ചൂരൽമലയിലാണ്, മുണ്ടക്കൈ ചൂരൽമലയിലെ 2 ഗ്രാമങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയ ആ ഒരു ദുരന്തം, അതിൻ്റെ ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോഴും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും മാത്രമല്ല വയനാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങളുമുള്ളത് എന്ന് വേണം പറയാൻ. ഇന്ന് ഞാനിപ്പോഴുള്ളത് പുന്നപ്പുഴയുടെ തീരത്താണ്. പുന്നപ്പുഴ ഇന്ന് ശക്തി കുറഞ്ഞാണ് ഒഴുകുന്നത്. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ശക്തമായ മഴയായിരുന്നു. ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങളിവിടെ വന്നപ്പോൾ വളരെ ശക്തമായ രീതിയിൽ പുന്നപ്പുഴ കുത്തിയൊലിച്ചൊഴുകുന്ന കാഴ്ചയായിരുന്നു. ആ ഒരു ഭീകരമുഖം, അന്നത്തെ ഒരു ഇരുണ്ട മുഖം വീണ്ടും ഓർമ്മയിലേക്ക് വരുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെയും കാലാവസ്ഥ എന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെ ഇവിടെ ഇപ്പോൾ വെള്ളാർമലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. 2 കുട്ടികളെയാണ് അന്ന് ആകെ ഇവിടെ നിന്നും നമുക്ക് നഷ്ടമായത്. ആ ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായത് വെള്ളാർമലയിലെ 32 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികളുടെയൊക്കെ തന്നെ ഓർമ്മ പുതുക്കി ഇവിടെ ഈ പുന്നപ്പുഴയിൽ ബേലി പാലത്തിന് മുകളിൽ പുഷ്പാർച്ചന നടത്താനായിട്ടാണ് ഇവിടേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ചൂരൽമലയിലെ പ്രേമേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് അന്നത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്? അന്നത്തെ ഇന്ന് ആകെ മുഖം മാറിയിരിക്കുന്നു ചൂരൽമലയുടെ അടക്കം. ആ ദുരന്തത്തിന് ശേഷം അന്നത്തെ ഒരു ഓർമ്മ, അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ചൂരൽമല എങ്ങനെയായിരുന്നു? അതിന് മുന്നേ ഉള്ള ചൂരൽമല ഇതല്ല. ഇത് പ്രളയം വന്നതിന് ശേഷമുള്ളതാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്നത് ഇവിടെ പാലം ചേർന്ന് ഇവിടെ ഒരു ഹോട്ടൽ, അതിനിപ്പുറത്തൊരു മസാലക്കട, അതിനിപ്പുറത്ത് ഞങ്ങൾ ഒരു പഴയതെടുക്കുന്ന ഒരു കട. ആദ്യം ഒരു പലചരക്ക് കടയായിരുന്നു, അത് ആക്രിക്കടയായി. അതിന് ശേഷം ഒരാളെ വീടായിരുന്നു, അത് പിന്നീട് BJP-കാരെ ഓഫീസായി മാറി. അതിൻ്റെ അപ്പുറത്തൊരു ഇണ്ണാൻ്റെ വീട്, അതായത് സുഖമില്ലാത്ത ഒരാൾ, വികലാംഗനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുഴയാണ്, ബേക്കോട്ട് പുഴയാണ്. ഇതൊക്കെ ഇപ്പോൾ ഇല്ലായ്മയായി. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും ഇല്ല. ആ പ്രളയത്തോടു കൂടി മുന്നിലൊരു അമ്പലം ഉണ്ടായിരുന്നു, അമ്പലത്തിന് മുന്നിൽ ഒരു മണ്ഡപം ഉണ്ടായി. ഇതിൻ്റെ അപ്പുറത്ത് നേരെ കടകളുണ്ടായിരുന്നു. ഒരുപാട് പേര് ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട് അവിടെ. ഒരു മനുഷ്യർ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാരേ ഇല്ലാണ്ടായി. ആദ്യം നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു നാട്ടുകാരും ഇല്ല. ഇപ്പോൾ ഈ അട്ടമല ആ ടൗണിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു മനുഷ്യനില്ല. ആകെ വരുന്നത് ഇപ്പോൾ കുറച്ച് ജോലിക്ക് ചെയ്യുന്ന, മുണ്ടക്കയിൽ ജോലി ചെയ്യുന്നവരും അട്ടമല എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരും വരുന്നുള്ളൂ. അല്ലാതെ ഒരാളും വരുന്നില്ല. ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു രക്ഷയില്ല. ജീവിതം ശരിക്കും പറഞ്ഞാൽ വഴിമുട്ടിയ രീതിയിലാണ് ഇരിക്കുന്നത് ചിലവർ. ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 10-11 വാർഡിലേക്കുള്ള ലോണുകൾ ഇന്ന് വരെയായിട്ട് എഴുതി തള്ളിയിട്ടില്ല. ഇപ്പോഴും ബാങ്കിൽ നിന്നും അവിടെ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. ശൂന്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. വാക്കുകൾ കിട്ടുന്നില്ല, അത് സത്യം.
പ്രേമാട്ടൻ്റെ ഒരു പഴയകാല അനുഭവമാണ് പങ്കുവച്ചിരിക്കുന്നത്. അത് ഒരു വലിയ ശൂന്യതയിലേക്കാണ് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ തന്നെ ഒരു വലിയ ശൂന്യതയിലേക്ക്, ബാക്കിയായ മനുഷ്യരൊക്കെ തന്നെ ഒരു വലിയ ശൂന്യതയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു ദുരന്തം എന്ന് വേണം ആ ദുരന്തത്തെ വിശേഷിപ്പിക്കാൻ. രണ്ട് ഗ്രാമങ്ങളാണ് ഇല്ലാതായത്. ഇന്ന് വിനോദസഞ്ചാരികൾ വന്ന് കണ്ടുപോകുന്ന ഒരു ദുരന്ത ഭൂമിയായി ഇത് മാറിയിരിക്കുന്നു. അവർ മാത്രമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപൂർവം ചില ആളുകൾ മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മ അത് പങ്കുവെക്കാൻ എപ്പോഴെങ്കിലും ആരെങ്കിലും ബന്ധുക്കൾ അല്ലെങ്കിൽ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ബാക്കിയായവർ എത്തുന്നു എന്നല്ലാതെ അത്തരമൊരു ശൂന്യതയിലേക്കാണ് ഇതിൻ്റെ പരിസരത്ത് ബാക്കിയായ ആളുകൾ, ചൂരൽമലയിലെ ഒരു ഭാഗത്തുള്ള ആളുകൾ ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഒരു ജനസമൂഹം ഇല്ലാതാവുന്ന ഒരു മാനസികാവസ്ഥ അത് എത്രമാത്രം ഭീകരമാണ് എന്നതിൻ്റെ കാഴ്ചയാണ്. 2 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ഭീകരത ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഈ വേലിപ്പാലത്തിന് തൊട്ടിപ്പുറത്ത് ഈ ഒരു പുഷ്പാർച്ചന നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഷ്പാർച്ചന അല്പസമയത്തിനകം നടക്കും. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം അന്ന് ഹെഡ് മാസ്റ്ററായി താൽക്കാലികം അന്ന് ചുമതലയേറ്റ ദിലീപ് മാഷ് നമ്മളോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ടായിരുന്നു. 36 കുട്ടികളെ ആ രജിസ്റ്ററിൽ നിന്നും പേര് വെട്ടേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച്. ആ കുട്ടികളൊക്കെ തന്നെ ഇവരുടെയൊക്കെ മുന്നിൽ ഓടി നടന്നിരുന്ന കുട്ടികളാണ്. ആ കുട്ടികളുടെ പേര് വെട്ടുന്ന ഒരു മാനസികാവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അവരിപ്പോഴും മോചിതരായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അധ്യാപകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവർക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്, അന്നത്തെ ഓർമ്മകളാണ് ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മനോജ് മാഷ്, അന്നത്തെ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഓർമ്മ എന്തായിരുന്നു? അന്നത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ പ്രയാസം നേരിടുന്ന സംഭവം തന്നെയായിരുന്നു. തലേന്ന് നമുക്ക് അങ്ങനത്തെ ഒരു സൂചന പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പെട്ടെന്നായിരുന്നല്ലോ. തലേന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പോയി. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിനകത്ത് നമ്മൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയതിന് ശേഷം ഒരു 1:45 നമുക്ക് വാർത്ത കേൾക്കുന്നത്. തീരാ ദുഃഖമായിരുന്നു. നമ്മൾ അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മക്കളായിരുന്നു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ മാഷ് കൂടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടെ നിന്ന് എച്ച്.എം.ആയി മറ്റൊരു സ്കൂളിലേക്ക് പോയി. അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുകയാണ് ഓർമ്മ പുതുക്കാൻ. മാഷെ, എപ്പോഴാണ് എത്തിയത്? ഇന്നലെ തന്നെ എത്തി. മാഷെ, അന്നത്തെ ഒരു മാഷിപ്പോ എവിടെയാ താമസമൊക്കെ? ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പോയത്. എനിക്ക് പ്രൊമോഷൻ എച്ച്.എം.ആയിട്ട് പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് പോയതാണ്. കുട്ടികളുടെ ഓർമ്മകളുമായി വീണ്ടും ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓർമ്മ പുതുക്കാനായി അല്ലെങ്കിൽ കുട്ടികളുടെ സ്മരണയിൽ പുഷ്പാർച്ചന നടത്താനായി ഉണ്ണികൃഷ്ണൻ മാഷ് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ മാഷ് വെള്ളാർമലയിലെ സ്കൂളിലെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അധ്യാപകൻ. അന്ന് പൊട്ടിക്കരഞ്ഞതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ആ കുട്ടികളുടെ ഓർമ്മ പുതുക്കാനായി അദ്ദേഹം ഹെഡ് മാസ്റ്ററായി മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഒരാഴ്ചയായി. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു കുട്ടികളുടെ ഓർമ്മ പുതുക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ എല്ലാ ആളുകളും ഇപ്പോൾ സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം പുഷ്പാർച്ചന ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുഷ്പാർച്ചന നടക്കാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾക്ക് മുൻപിൽ വെള്ളരിമലയുടെ താഴ്വാരത്താണ് വെള്ളാർമല സ്കൂൾ. കുഞ്ഞുങ്ങളുടെ കളികളും ചിരികളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഇടം. ഇതുപോലെ തന്നെ ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതാണ്. നല്ലൊരു പുലർച്ചയിലേക്ക് ഉറങ്ങി എണീക്കാം, കൂടുതൽ സ്വപ്നങ്ങളിലേക്ക്, കൂടുതൽ പ്രതീക്ഷകളിലേക്ക് യാത്ര തുടങ്ങാം എന്നൊക്കെ കരുതി ഒരു ജനത ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷേ അവരിൽ പലർക്കും പിന്നീട് ഉറങ്ങി എണീക്കാൻ കഴിഞ്ഞില്ല. അവരുടെ സ്വപ്നങ്ങളുടെ മുകളിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ മുകളിലേക്കാണ് അങ്ങ് പുഞ്ചിരി മട്ടത്ത് നിന്ന് ഉരുൾ പൊട്ടി ഒഴുകിയെത്തിയത്. ഇപ്പോഴും ഒന്ന് കാതോർത്താൽ നമുക്ക് അവിടെ നിന്നാൽ കേൾക്കാം ആ ജീവൻ്റെ പിടച്ചിൽ. അത്രമാത്രം വേദനയുണ്ട്. ഞാൻ അവിടെ നേരിട്ട് എത്രയോ വട്ടം പോയിട്ടുണ്ടെന്നറിയാമോ. ഓരോ തവണ ആ ഇടത്തെത്തുമ്പോഴും വല്ലാതെ സങ്കടം നമ്മളെ ഇങ്ങനെ കുത്തി നോവിക്കും. അതിപ്പോൾ വെള്ളരിമല ആയിക്കോട്ടെ, വെള്ളാർമല ആയിക്കോട്ടെ, മുണ്ടക്കൈ ആയിക്കോട്ടെ, ചൂരൽമല ആയിക്കോട്ടെ, എല്ലാം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പുത്തുമലയുടെ താഴ്വാരത്താണ് ആ നാട്ടിലെ മനുഷ്യർ ഉറങ്ങുന്ന ഹൃദയഭൂമിയുള്ളത്. 1-ാം വാർഷികത്തിൽ അവിടെ പോയതിൻ്റെ ഒരു സങ്കടക്കാഴ്ച ഇതുവരെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ വിതുമ്പുന്ന ഉടപ്പറപ്പുകളെ, അച്ഛനമ്മമാരെ ഒക്കെ കണ്ട് എത്രയോ സങ്കടം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു.
ആ ഓർമ്മകൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും പക്ഷേ നമുക്കതിനെ അതിജീവിച്ചല്ലേ കഴിയുകയുള്ളൂ. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഒരു സർക്കാർ ആ മനുഷ്യരുടെ കൂടെ നിന്നു. ഒരു മുഖ്യമന്ത്രി, ഒരു റവന്യൂ മന്ത്രി അവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങാതെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൈപിടിച്ച് അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒരു കുടുംബത്തിന് 25,000 രൂപ വീതമാണ് ആ സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. വാടകയും 6,000 രൂപ വാടക, ഒരു കുടുംബത്തിലെ 2 പേർക്ക് 9,000 രൂപ വെച്ച് 18,000 രൂപ. അതുമാത്രമല്ല 1,000 രൂപയുടെ ഫുഡ് കിറ്റ് അടക്കം 25,000 രൂപ LDF സർക്കാർ ആ മനുഷ്യർക്ക് നൽകുന്നുണ്ടായിരുന്നു. അതിനു പുറമെയാണ് ആ മുണ്ടക്കൈയിലെ ആ മലയോര പ്രദേശത്തു നിന്ന് അതിജീവിച്ച മനുഷ്യരെ ഒന്നടങ്കം കൽപ്പറ്റ നഗരത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ സർക്കാർ വില കൊടുത്ത് ഭൂമി വാങ്ങി അവിടെ ഒരു ടൗൺഷിപ്പ് മഹത്തായ മാതൃകയെന്നോണം കെട്ടി ഉയർത്തുകയും ചെയ്തത്. അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി 178 കുടുംബങ്ങൾ അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇലക്ഷൻ വരുന്നു, ആ സർക്കാരിന് മാറേണ്ടി വരുന്നു. ആ സർക്കാർ അത്രയും ചേർത്ത് പിടിച്ച ആ വയനാട്ടിൽ പോലും അവർക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. പക്ഷേ എന്നിട്ടും ആ സർക്കാരുമായി ബന്ധപ്പെട്ട ആ സർക്കാരിനെ നയിച്ച മുന്നണിയെ നയിച്ച പാർട്ടിയുടെയും ആ മുന്നണിയിൽ ഉണ്ടായിരുന്ന പാർട്ടിയുടെയും ഒക്കെ ആളുകൾ, നേതാക്കൾ ഇപ്പോഴും ആ മനുഷ്യരുടെ കൂടെ അവരുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വം ചേർത്ത് പിടിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ നേതാക്കളും ആ പ്രവർത്തകരും ഒക്കെ അവരുടെ ഇടയിൽ തന്നെയുണ്ട്. ഇപ്പോൾ കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് DYFIയുടെ ഒക്കെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അന്നും ഇതുപോലെ തന്നെയായിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട ആ മഹത്തായ കാഴ്ചയും ഇങ്ങനെ തന്നെയായിരുന്നു. കേരളം ഒരുമിച്ച് നിന്ന് ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ കാഴ്ച അത് ലോകം അത്ഭുതത്തോടെയാണ് കണ്ടു നിന്നത്. ഒരുപക്ഷേ കേരളത്തിൽ മാത്രമായിരിക്കാം ഇതുപോലൊരു അതിജീവനം സാധ്യമായിരിക്കുന്നത്. എത്രയോ ഇടങ്ങളിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു അതിജീവനവും ഇതുപോലൊരു രക്ഷാപ്രവർത്തനവും അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നത് 100% നമുക്ക് പറയാൻ കഴിയും. അത്രമേൽ മലയാളി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. അതിലെടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. DYFIയുടെ ഒക്കെ ആ പ്രവർത്തകരെയൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതേയില്ല. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആ മണ്ണിനിടയിൽ ജീവൻ്റെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി തെരഞ്ഞുകൊണ്ടിരുന്നവർ, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർ, സൈന്യത്തിൻ്റെ ഭാഗമായി എത്തിയവർ, അങ്ങനെ എത്രയോ ആളുകൾ പേരെടുത്ത് പറയാൻ നമുക്ക് കഴിയില്ല. അത്രമേലുണ്ട്. നമ്മളിങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു രക്ഷാപ്രവർത്തനം നടത്തി. ആ രക്ഷാപ്രവർത്തനത്തിന് അവസാനിപ്പിച്ചില്ല ആ സർക്കാർ. അതിനുശേഷം ആ മനുഷ്യരുടെ ഓരോ ആവശ്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. പലവട്ടം അവരുടെ വാടക വീടുകളിലും ഒക്കെ ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്, നേരിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരലംഭാവം ഉണ്ടായതായി പറഞ്ഞിട്ടില്ല. അത്രമേൽ ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് പിന്നീട് മേപ്പാടി സ്കൂളിലൊക്കെയാണ് പഠന സൗകര്യം ഒരുക്കിയത് സർക്കാർ. നമ്മളത് കണ്ടതാണ്. പ്രവേശനോത്സവവും ഒക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. ആ കുഞ്ഞുങ്ങളെയൊക്കെ അവരെ ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായും മോചിതരാക്കാൻ വേണ്ടിയിട്ടുള്ള എത്രയോ ഇടപെടലുകൾ. അമ്മയെയും അച്ഛനെയും നഷ്ടമായവരുണ്ട്, സഹോദരങ്ങളെ നഷ്ടമായവരുണ്ട്, മക്കളെ നഷ്ടമായവരുണ്ട്. പറഞ്ഞാൽ തീരില്ല മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും വേദന. അത് നമ്മളെ എക്കാലവും വേട്ടയാടുക തന്നെ ചെയ്യും. പക്ഷേ ആ മനുഷ്യരുടെ വേദനകളിൽ അവരോടൊപ്പം നിന്ന് അവരുടെ കൈ പിടിച്ചവർ എന്ന അഭിമാനം എക്കാലവും നമുക്ക് ചേർത്ത് വയ്ക്കാം കേട്ടോ. മലയാളി മാത്രമാണ് ഒരു പക്ഷേ എന്നല്ല, കേരളത്തിൻ്റെ മാത്രം ഉറപ്പാണ് ആ രക്ഷാപ്രവർത്തനവും അതിനുശേഷം നടന്ന പുനരധിവാസവും ഒക്കെ. പക്ഷേ ഇപ്പോൾ വലിയ ആശങ്കയുടെ വാർത്തകൾ വയനാട്ടിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. ഈ 2ാം ഘട്ടം എപ്പോൾ പൂർത്തിയാകുമെന്നതിനോ എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്നതിനോ ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഓഫീസറെയൊക്കെ മാറ്റുന്ന സാഹചര്യമാണ്. ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസറും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മാറ്റി ഈ 2ാം ഘട്ടം എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ മനുഷ്യർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. എന്തിനായിരുന്നു ആ പ്രതിഷേധം? കഴിഞ്ഞ സർക്കാർ അവർക്ക് അനുവദിച്ച ഒരു വായ്പയുണ്ടായിരുന്നു, ഒരു ധനസഹായം ഉണ്ടായിരുന്നു. ഈ മൈക്രോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ ഈ കുടുംബശ്രീയുടെ ഒക്കെ ഭാഗമായിട്ട് സഹായങ്ങൾ നൽകിയിരുന്നു. ആ സഹായധനം പുതിയ സർക്കാർ അനുവദിക്കുന്നില്ല. അവർക്ക് അനുവദിച്ച സഹായധനം പണം പോലും കഴിഞ്ഞ സർക്കാർ അനുവദിച്ചിട്ട് പോയതാണ്. പക്ഷേ പുതിയ സർക്കാർ അത് അനുവദിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധം ആ ദുരന്തബാധിതരായ മനുഷ്യർക്ക് പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം പുതിയ സർക്കാരിന് അവരോടുള്ള സമീപനം എന്താണെന്ന്. വലിയ വേദന ഉളവാക്കുന്നതാണ്. ആ തെറ്റുകൾ തിരുത്തുക, ആ മനുഷ്യരോടൊപ്പം നിൽക്കുക. 50,000 വോട്ടുകൾക്കൊക്കെ വിജയിപ്പിച്ച ടി സിദ്ദിഖൊക്കെ ഇന്ന് മന്ത്രിയാണ്. അതുകൊണ്ട് ആ മനുഷ്യരോട് നന്ദികേട് കാണിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തുമായിക്കോട്ടെ, അവരോട് നന്ദികേട് കാണിക്കാതിരിക്കുക, മനുഷ്യരുടെ വേദനകളിൽ ഒപ്പം നിൽക്കുക. കാരണം അവരെ കൈപിടിച്ച് നടത്തിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, അത് ഓർമ്മയിൽ വയ്ക്കുക. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഈ പറയുന്ന ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എത്തിയപ്പോൾ ആ മനുഷ്യരുടെ സ്നേഹമൊന്ന് കാണേണ്ടതായിരുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, അദ്ദേഹത്തോടുള്ള സ്നേഹമൊന്ന് കാണേണ്ടതായിരുന്നു. അനീഷിനെയും സൈനയും ഒക്കെ ഓർമ്മയില്ലേ? ആ 3 കുഞ്ഞുങ്ങളെ നഷ്ടമായ മാതാപിതാക്കൾ. അവർ
കെ രാജനെയും പിണറായി വിജയനെയും കാണാനെത്തിയപ്പോൾ അതിൻ്റെ പേരിൽ എത്രയോ രാഷ്ട്രീയ ആരോപണങ്ങൾ ആ കുടുംബത്തിന് നേരെ ഉന്നയിച്ചവർ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ആ പകയൊക്കെ മാറ്റിവെക്കുക, നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്കുക, ആ മനുഷ്യരുടെ വേദനകളിൽ കൂടെ നിൽക്കുക എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ ഗുഡ് മോർണിംഗ് കേരളത്തിന് ഇന്ന് ഈ ഘട്ടത്തിൽ.